ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ PSC തുടക്കക്കാർക്ക് ഏത് രീതിയിൽ പഠിച്ചു പോകാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ കുറേ ഘട്ടമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യമാണ് SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക് 30 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാന്ന് പറയുമ്പോൾ അപ്പോൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഇഷ്ടം പോലെ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, സോഷ്യലും സയൻസും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് പഠിച്ചു പോകേണ്ടത്, അപ്പോൾ നമുക്കൊരു സിലബസ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് ആണ്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം എഴുതുന്നവർക്കും അതുപോലെ തന്നെ LDC LGS മെയിൻ എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന സിലബസ് ആണ്. ആ സിലബസ് തന്നെയായിരിക്കും LDC LGS മെയിൻസിനും വരുന്നത്. അതിൽ അഡീഷണൽ ആയിട്ട് വരുന്നത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് പ്രകാരം നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഏതൊക്കെ ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഒരു ഓർഡറിൽ നമുക്ക് അറിയാനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ സിലബസ് കയ്യിലെടുത്ത് വെക്കുക. അതിനുശേഷം ഞാൻ ഫസ്റ്റിൽ ഒരു ഓർഡറിൽ നിന്ന് വായിച്ചിട്ട് ഏതൊക്കെ ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത് എന്ന് പറയും. അപ്പോൾ നിങ്ങളത് സിലബസിനെ തിരിച്ചിട്ട് ആ ചാപ്റ്ററുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആ ഓർഡറിൽ വേണം പഠിച്ചു പോകാനായിട്ട്. ഇപ്പോൾ 5th മുതൽ 10th വരെ എന്ന് പറയുമ്പോൾ ഒത്തിരി ചാപ്റ്റർ ഉണ്ട്, അത് ഡിസോർഡർ ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക അല്ലേ. ഇപ്പോൾ നമുക്ക് കേരള ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കേരള ഹിസ്റ്ററിയിൽ ഏതൊക്കെ ചാപ്റ്ററുകൾ ഒരുമിച്ച് നമ്മളൊരു ഓർഡറിൽ പഠിച്ചു പോയാലാണ് നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടൊരു കാര്യം അല്ലേ. പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. അപ്പോൾ അങ്ങനെ പഠിക്കണമെങ്കിൽ നമുക്കൊരു ഓർഡറിൽ ചാപ്റ്റർ വൈസ് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഒരു ഐഡിയ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിലബസ് ഓർഡർ പ്രകാരം ഏതൊക്കെ SCERT ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് പറയാം. അപ്പോൾ നിങ്ങൾ സിലബസ് എടുത്ത് വെച്ചിട്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആദ്യം സിലബസിൽ തന്നിരിക്കുന്നത് ഹിസ്റ്ററി ആണ്. ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് കേരള ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററിയിൽ ആദ്യത്തെ ടോപ്പിക് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്. ഞാൻ ഓരോ സെക്ഷൻ ആയിട്ടാണ് പറയുന്നത്. ആ ഓരോ സെക്ഷനും ഓരോ ചാപ്റ്റർ ആയിരിക്കും പറയുന്നുണ്ടാവുക. 1 or 2 ചാപ്റ്റർ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ആ ഹെഡിങ് ടോപ്പിക് എഴുതി വെക്കുക. അതിന് ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ഏതാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അത് പഠിക്കുക. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് പഠിച്ചു പോകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്. ഓക്കെ, യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന എന്ന് പറയുന്ന ഇത്രയും ഭാഗം വരുന്നത് ചാപ്റ്റർ 2 ആണ്. 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 2 ആണ്. ഓക്കെ, 7ാം ക്ലാസ് SCERT പാഠപുസ്തകത്തിലെ 2ാമത്തെ ചാപ്റ്റർ ആണ് കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അതിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, അറൈവൽ ഓഫ് യൂറോപ്യൻസ് അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് പറയുന്നത് ഏത് ചാപ്റ്ററിലാണ്, 7th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 2 നിങ്ങൾ പഠിച്ചെടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ. അതായത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം. അതാണ് അടുത്ത സെക്ഷൻ പറയുന്നത്. കേരള ഹിസ്റ്ററിയിലെ പാർട്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 2 ആണെന്ന് പറഞ്ഞു. ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ ഏതാണ്, അത് വരുന്നതാണ് ഞാൻ എഴുതിയിരിക്കുന്ന 2ാമത്തെ സെക്ഷൻ. 6th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 9. ഓക്കെ, 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററുമാണ്. ഓക്കെ, 6th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 9 മധ്യകാല കേരളം, അതാണ് ചാപ്റ്ററിന്റെ പേര്. 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 7 എന്ന് പറയുന്നത് കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ. ഈ 2 ചാപ്റ്റർ ആണ് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സെക്ഷൻ വരുന്നത് സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെന്റ്, നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. എന്താണത്, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. ഇത്രയുമാണ് അടുത്ത സെക്ഷൻ വരുന്നത്. അതിൽ വരുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് വരുന്നത്, 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററും. ചാപ്റ്ററിന്റെ പേര് പറയാം. 7th സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ 8 എന്ന് പറയുന്നത് നവകേരള സൃഷ്ടിക്കായി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. 10th സ്റ്റാൻഡേർഡിലെ 8ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്
കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് പ്രകാരം. അപ്പൊ നമുക്ക് എത്ര ചാപ്റ്റർ പഠിച്ചാൽ മതി? 5 ചാപ്റ്റർ പഠിച്ചാൽ മതി. 5 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നോട്ട് ചെയ്തല്ലോ. എന്താണ് യൂറോപ്യന്മാരുടെ സംഭാവനയും അല്ലെ, യൂറോപ്യന്മാരുടെ വരവും സംഭാവനയും എന്ന് പറയുന്നത് ഒരു ചാപ്റ്ററേ ഉള്ളൂ, 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 2. അതുപോലെ തന്നെ എന്താണ്, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം 2 ചാപ്റ്ററാണ്. 6th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 9, 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 7, അതുപോലെ 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 8ഉം 10th സ്റ്റാൻഡേർഡിലെ എന്താണ് ചാപ്റ്റർ 8ഉം ആണ് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളും കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളും എല്ലാം വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ആയി. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഓരോ സെക്ഷൻ ആയിട്ട് എഴുതുക, അതിനുശേഷം അതിൽ ഏത് ചാപ്റ്റർ ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം ഈ ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അടുത്തത് ഇന്ത്യൻ ഹിസ്റ്ററിയുടേതാണ്. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എന്താണ് പറയുന്നത്? ആദ്യത്തെ ടോപ്പിക് മിഡീവിയൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കോൺട്രിബ്യൂഷൻ. അതായത് മധ്യകാല ഭാരതം, രാഷ്ട്രീയ ചരിത്രം, ഭരണ പരിഷ്കാരങ്ങൾ, സംഭാവനകൾ. ഇതാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ആദ്യത്തെ സെക്ഷൻ വരുന്നത്. അതെന്ന് പറയുന്നത് 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് മിഡീവൽ ഇന്ത്യയുടെ ഇൻട്രൊഡക്ഷൻ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പാർട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെന്റ്. എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഇത്രയും ഭാഗം വരുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3. ഓക്കെ, 3ാമത്തെ ചാപ്റ്റർ ആണ്. 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ. ചാപ്റ്ററിന്റെ പേര് ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത്. ദെൻ അടുത്തത് 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 4 ആണ്. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ എന്തായി? ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഇത്രയും ടോപ്പിക്സ് ഏതിൽ വരുന്നുണ്ട്? ഈ 2 ചാപ്റ്ററിൽ 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3ഉം 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 4ഉം വരുന്നുണ്ട്. അപ്പൊ ഇതും നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിംഗ് ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, ഇന്ത്യാസ് ഇൻഡിപെൻഡന്റ്, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ്. അതായത് വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം. ഇത്രയും ഭാഗം വരുന്നത് ഏതൊക്കെ ചാപ്റ്റർ ആണ്? 7th സ്റ്റാൻഡേർഡിലെ 9ാമത്തെ ചാപ്റ്റർ. ചാപ്റ്ററിന്റെ പേര് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. 7th സ്റ്റാൻഡേർഡിലെ 9ാമത്തെ ചാപ്റ്റർ. ദെൻ വരുന്നത് 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 5 എന്ന് പറയുന്നത് സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ദെൻ 10th തന്നെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമരവും സ്വാതന്ത്ര്യവും. അപ്പൊ ഈ 3 ചാപ്റ്ററും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം. ഇത്രയും ടോപ്പിക്സ് ഈ 3 ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെന്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951. ഏതൊക്കെയാണ്? സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം, 1951 ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം. ഇത്രയും ഭാഗമാണ് നെക്സ്റ്റ് വരുന്നത്. അത് വരുന്നതാണ് ഏതൊക്കെയാണ്? 2 ചാപ്റ്ററേ ഉള്ളൂ. 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 4 ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററും 10th സ്റ്റാൻഡേർഡിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഓക്കെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. അപ്പൊ ഈ 2 ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം, ഓക്കെ, ഫോറിൻ പോളിസി, 1951 ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആയിക്കഴിഞ്ഞാൽ എന്തായി? ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയി.
അപ്പം ഇന്ത്യൻ ഹിസ്റ്ററിക്ക് നമുക്ക് വേണ്ടത് എത്ര ചാപ്റ്റർ ആണ്? 1, 2, 3, 6, 2, 8 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം SCERT പാഠപുസ്തകത്തിലൂടെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് റാങ്ക് ഫയൽ നോക്കി പഠിക്കുകയും ചെയ്യാം. അപ്പോൾ SCERTയിൽ നിന്നുള്ള പോയിന്റ്സ് ആണ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചാപ്റ്ററിലൂടെ നമുക്ക് എന്തായി? ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയി. അപ്പോൾ കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും അത് ഓരോ സെക്ഷനായിട്ട് ഞാൻ വായിച്ചല്ലോ, അപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഏതൊക്കെ ചാപ്റ്റർ ആണ് ആ ഭാഗത്ത് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം അതിനെന്താണ് PDF നിങ്ങൾക്ക് എന്താണ് ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ PDFൻ്റെ ലിങ്ക് ഞാൻ ടെലഗ്രാം ചാനലിലിടാം. അപ്പോൾ ടെലഗ്രാമിലും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ടെലഗ്രാമിൽ ഞാൻ ഈ PDF ഫയലിൻ്റെ ലിങ്കൊക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ കേരള ഹിസ്റ്ററി അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയി. കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും കഴിഞ്ഞ നെക്സ്റ്റ് എന്താണ്? വേൾഡ് ഹിസ്റ്ററി അല്ലേ? അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്കറിയാം ആദ്യം വരുന്ന സെക്ഷൻ ഏതാണ്? ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ. ഓക്കെ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം. ഇത്രയും ഭാഗം വരുന്നത്, ഈ വിപ്ലവങ്ങളെല്ലാം വരുന്നത് ഏത് ചാപ്റ്ററിലാണ് എന്നുള്ളതാണ് ഞാൻ ആദ്യത്തെ സെക്ഷനിൽ എഴുതിയിരിക്കുന്നത്. 6th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 8 പഠിക്കണം. ദെൻ 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 1, 9th സ്റ്റാൻഡേർഡിൽ തന്നെ ചാപ്റ്റർ 2, അതുപോലെ തന്നെ 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 1. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സെക്ഷനായി. ഓക്കെ, അപ്പോൾ 4 ചാപ്റ്ററാണ് ഉള്ളത്. ഏതൊക്കെയാണ്? 6th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 8 എന്ന് പറയുന്നത് മധ്യകാല ലോകം, 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 1 എന്ന് പറയുന്നത് മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ. ദെൻ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം. ദെൻ അടുത്തത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. 10th സ്റ്റാൻഡേർഡിൽ വരുന്നത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ചാപ്റ്ററുകളായാൽ എന്തായി? നമ്മുടെ എല്ലാ വിപ്ലവങ്ങളെ കുറിച്ചിട്ടുള്ള ഏകദേശം ക്ലാസ്സുകളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും SCERTയിൽ തന്നെയുണ്ട്. അപ്പൊ 6th സ്റ്റാൻഡേർഡിലെ 8ാമത്തെ ചാപ്റ്റർ, 9th സ്റ്റാൻഡേർഡിലെ 1ാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് ആണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഹിസ്റ്ററി ആണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ക്ലാസ്സുകളിലെല്ലാം ഹിസ്റ്ററി 6th, 7th, 8th ഒക്കെ എന്താണ് ഹിസ്റ്ററി ജോഗ്രഫി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഇല്ല, ഒരു ടെക്സ്റ്റേ ഉള്ളൂ. 9th, 10th ഒക്കെ വരുമ്പോഴേക്കും ഹിസ്റ്ററി ജോഗ്രഫി എന്ന് പറഞ്ഞിട്ട് 2 ടെക്സ്റ്റ് ഉണ്ട്, അത് അറിയാലോ എല്ലാവർക്കും. അപ്പോൾ അതിൽ ഹിസ്റ്ററി ടെക്സ്റ്റ് ആണ് പറയുന്നത്. 9th സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 1, ദെൻ 2ാമത്തെ ചാപ്റ്റർ 10th സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 1. അപ്പോൾ ഇത്രയും ചാപ്റ്ററുകളായാൽ എന്താണ് എല്ലാ വിപ്ലവങ്ങളും ആയി കഴിഞ്ഞു. ദെൻ 10th സ്റ്റാൻഡേർഡിലെ 2ാമത്തെ ചാപ്റ്ററാണ് അടുത്ത ഭാഗം വരുന്നത്. അതായത് 2ാം ലോക മഹായുദ്ധത്തിന്റെ രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. ഓക്കെ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വരുന്നത് ഒരു ചാപ്റ്ററെ നമുക്ക് പഠിക്കാനുള്ളൂ. 10th സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററി ചാപ്റ്റർ 2 ആണ്. ഓക്കെ, 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എന്താണ് ലോകം 20ാം നൂറ്റാണ്ടിൽ, ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന 10th സ്റ്റാൻഡേർഡിലെ 2ാമത്തെ ചാപ്റ്റർ ആണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനായിട്ട്. എന്തൊക്കെയാണ്? പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, 2ാം ലോക മഹായുദ്ധത്തിന്റെ രാഷ്ട്രീയ ചരിത്രം, UNO ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്ര സംഘടനയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഏത് ചാപ്റ്റർ പഠിച്ചാൽ മതി? 10th സ്റ്റാൻഡേർഡിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോകം 20ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ വേൾഡ് ഹിസ്റ്ററി കംപ്ലീറ്റ് ആയി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന സെക്ഷൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കേരള ഹിസ്റ്ററി കഴിഞ്ഞു, ഇന്ത്യൻ ഹിസ്റ്ററി കഴിഞ്ഞു, വേൾഡ് ഹിസ്റ്ററിയും കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? ജിയോഗ്രഫി ആണ്. ജിയോഗ്രഫി എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് 3 സെക്ഷൻ ഉണ്ട്. വേൾഡ് ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫി, കേരള ജിയോഗ്രഫി. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് വേൾഡ് ജിയോഗ്രഫി ആണ്. വേൾഡ് ജിയോഗ്രഫിയിൽ ഓരോ പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ഫസ്റ്റ് നമ്മൾ ഓർഡറിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സിലബസ് കയ്യിലെടുത്ത് വെച്ചിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഞാൻ പറയുമ്പോൾ കേട്ടോ. ബേസിക്സ് ഓഫ് ജിയോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്. എന്തൊക്കെയാണ്? ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം. അപ്പോൾ ഇത്രയും വരുന്ന ടോപ്പിക്സ് ഏതൊക്കെ ചാപ്റ്ററിലാണ് ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. 6th സ്റ്റാൻഡേർഡിലെ 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭൂമി, കഥയും കാര്യവും, അതാണ് ചാപ്റ്ററിന്റെ പേര്, ഭൂമി, കഥയും കാര്യവും. അപ്പോൾ നമ്മൾ എല്ലാ പേരുകളൊന്നും ഇവിടെ എഴുതിയിട്ടില്ല, ഞാൻ ഏത് ചാപ്റ്റർ ആണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ജസ്റ്റ് പഠിക്കുക കേട്ടോ. അതിൻ്റെ PDF ഞാൻ പറഞ്ഞു ടെലഗ്രാമിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ 6th സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ 5 ആണ് ഭൂമി, കഥയും കാര്യവും എന്ന് പറയുന്ന ചാപ്റ്റർ.
ദെൻ 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 7 ഭൂമിയും ജീവലോകവും. ദെൻ 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3 എന്ന് പറയുന്നത് ഭൗമ രഹസ്യങ്ങൾ തേടി. ദെൻ അടുത്തത് 10ാമത്തെ ചാപ്റ്റർ, 8ാം ക്ലാസ്സിലെ തന്നെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭൂമിയുടെ പുതപ്പ്. ദെൻ 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 4 പ്രകൃതിയുടെ കൈകളാൽ. ഓക്കെ, അപ്പൊ ഈ 5 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയായി? ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ടോപ്പിക്സ് നമ്മൾ പഠിച്ചു 5 ചാപ്റ്ററിലൂടെ. 6th-ലെ 5ാമത്തെ ചാപ്റ്റർ, 7th-ലെ 7ാമത്തെ ചാപ്റ്റർ, 8th-ലെ 3ഉം 10ഉം. ഓക്കെ, 3ാമത്തെയും 10ാമത്തെയും ചാപ്റ്റർ. 9th സ്റ്റാൻഡേർഡിലെ ജോഗ്രഫി ടെക്സ്റ്റ് ആണ്, ഓർക്കുക, 4ാമത്തെ ചാപ്റ്റർ. ഓക്കെ, ജോഗ്രഫിയിലെ 9th സ്റ്റാൻഡേർഡ് ജോഗ്രഫിയിലെ 4ാമത്തെ പാഠഭാഗം. ഓക്കെ, അപ്പൊ ഇത്രയും ആവുമ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയും ടോപ്പിക്സ് കംപ്ലീറ്റ് ആയി. ഇനി അതിന്റെ ബാക്കി വരുന്നത് പ്രഷർ ബെൽറ്റ്സ് ആൻഡ് വിൻഡ്സ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്. എന്തൊക്കെയാണ്? അന്തരീക്ഷമർദ്ദവും കാറ്റും താപനിലയും ഋതുക്കളും. ഇത്രയും ഭാഗം വരുന്നത് അടുത്ത ഞാൻ എഴുതിയിട്ടുള്ളതാണ്. 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 12. ഓക്കെ, 12ാമത്തെ പാഠം ഭൂമിയിലെ ജലം. അതാണ് ചാപ്റ്ററിന്റെ പേര്, ഭൂമിയിലെ ജലം. അടുത്ത 9th സ്റ്റാൻഡേർഡിലെ ജോഗ്രഫി ടെക്സ്റ്റിലെ 1ാമത്തെ പാഠമായിട്ടുള്ള സർവവും സൂര്യനാൽ. ദെൻ 10th സ്റ്റാൻഡേർഡിലെ 1ാമത്തെ ചാപ്റ്റർ ആണ് ഋതുഭേദങ്ങളും സമയവും. അടുത്ത 10th സ്റ്റാൻഡേർഡിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കാറ്റിന്റെ ഉറവിടം തേടി. ഓക്കെ, അപ്പൊ ഇത്രയും 4 പാഠഭാഗം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയി, അന്തരീക്ഷമർദ്ദവും കാറ്റും ഒക്കെ ആയി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് ഉള്ളത്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ദെൻ അടുത്ത സെക്ഷൻ ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻസ്. എന്താണ്? ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധ തരം മലിനീകരണങ്ങൾ. ഇത്രയും ഭാഗം വരുന്നതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. 6th സ്റ്റാൻഡേർഡിലെ 6ാം ക്ലാസ്സിലെ 12ാമത്തെ പാഠഭാഗം, 9ാം ക്ലാസ്സിലെ 2ാമത്തേത്, ദെൻ 9th-ലെ 7ാമത്തേത്. 6ാം ക്ലാസ്സിലെ 12ാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് പ്രകൃതിയുടെ വരദാനം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ദെൻ 9th സ്റ്റാൻഡേർഡിലെ 2ാമത്തേത് ജോഗ്രഫി ടെക്സ്റ്റ് ആണ്. 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കാലത്തിന്റെ കയ്യൊപ്പുകൾ എന്ന് പറയുന്ന പാഠഭാഗമാണ്. ദെൻ 9th-ലെ തന്നെ 7th ചാപ്റ്റർ. ഓക്കെ, 7ാമത്തെ പാഠം എന്ന് പറയുന്നത് സുരക്ഷിതമായ നാളേക്ക്. അപ്പൊ ഈ 3 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയായി? ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻസ്. ഓക്കെ, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധ തരം മലിനീകരണങ്ങൾ. അപ്പൊ ഇത്രയും ടോപ്പിക്സ് നമ്മൾ 3 ചാപ്റ്ററിലൂടെ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ, നോട്ട് ചെയ്ത് വെക്കാം. 6th-ലെ 12ാമത്തെ ചാപ്റ്ററും 9th-ലെ 2ാമത്തെയും 7ാമത്തെയും ജോഗ്രഫി ടെക്സ്റ്റിൽ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഭാഗം വരുന്നത് മാപ്സ്, ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സയൻസ്, റിമോട്ട് സെൻസിംഗ് ആൻഡ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് മാപ്പുകൾ, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം. ഇത്രയും ടോപ്പിക്സ് വരുന്നത് ഏതൊക്കെയാണ്? 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ, 7th സ്റ്റാൻഡേർഡിലെ 6th ചാപ്റ്റർ ആണ് ഭൂപടങ്ങളുടെ പൊരുൾ തേടി. അടുത്തത് 8th സ്റ്റാൻഡേർഡിലെ 6ാമത്തെ ചാപ്റ്റർ ആണ് ഭൂപടങ്ങൾ വായിക്കാം. ഓക്കെ, 2 ദെൻ 10th സ്റ്റാൻഡേർഡിലെ 4ാമത്തെ ചാപ്റ്റർ. ഓക്കെ, 10th സ്റ്റാൻഡേർഡിലെ 4ാമത്തെ ചാപ്റ്റർ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ. അടുത്തതും 10th സ്റ്റാൻഡേർഡിലെ തന്നെ ജോഗ്രഫിയിലെ 6ാമത്തെ പാഠമാണ് ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ചാപ്റ്ററുകൾ, ഈ 4 ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയായി? മാപ്പുകൾ, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം. അപ്പൊ ഇത്രയും ടോപ്പിക്സ് നമ്മൾ പഠിച്ചു കഴിയും. ഏതൊക്കെയാണ്? 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 6, 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 4, 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 6, 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 6. ഓക്കെ, അപ്പൊ ഇത്രയും 4 ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും ടോപ്പിക്സ് ആയി. ഇനി അടുത്തത് അതിന്റെ കണ്ടിന്യൂഷൻ വരുന്നത് ഏതാണ്? ഓഷ്യൻസ് ആൻഡ് ഇറ്റ്സ് വേരിയസ് മൂവ്മെന്റ്സ്, കോണ്ടിനെന്റ്സ്, വേൾഡ് നേഷൻസ് ആൻഡ് ഇറ്റ്സ് സ്പെസിഫിക് ഫീച്ചേഴ്സ്. എന്താണ്? മഹാസമുദ്രങ്ങൾ, സമുദ്ര ചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും എന്ന് പറയുന്ന ഭാഗമാണ്. അതിൽ വരുന്നത് 3 ചാപ്റ്റർ ആണ് വരുന്നത്. 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ. ഓക്കെ, ചാപ്റ്റർ 6, 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വൻകരകളും സമുദ്രങ്ങളും. ദെൻ 7ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും.
അടുത്തത് 9th സ്റ്റാൻഡേർഡിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമുദ്രവും മനുഷ്യനും. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായി? മഹാസമുദ്രങ്ങൾ, സമുദ്ര ചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. ഇത്രയും ടോപ്പിക്സ് ഏതിൽ നിന്ന് കിട്ടി? ഈ 3 ചാപ്റ്ററിൽ നിന്ന്. 5th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 6, 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 12, 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 5. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എന്തായി? വേൾഡ് ജിയോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന എല്ലാ ഭാഗങ്ങളും എന്താണ്? നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എടുത്തതാണ്. അപ്പൊ വേൾഡ് ജിയോഗ്രഫി എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി വേൾഡ് ജിയോഗ്രഫി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? ഇന്ത്യൻ ജിയോഗ്രഫി. ഇന്ത്യൻ ജിയോഗ്രഫിയുടെ നോക്കാം. ആദ്യത്തെ ടോപ്പിക് എന്താണ്? ഫിസിയോഗ്രഫി, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലാർ പ്ലേറ്റ്, കോസ്റ്റൽ പ്ലെയിൻ. ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖലകൾ, നദികൾ, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം. ഇത്രയും ടോപ്പിക്സ് വരുന്നത് ഏതൊക്കെ ചാപ്റ്ററിലാണെന്നുള്ളതാണ്. ഒന്നുകൂടെ പറയും, ഞാൻ ടോപ്പിക്സ് വായിക്കാം. ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖലകൾ, നദികൾ, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം. ഇത്രയും വരുന്നത് ഏതൊക്കെയാണ്? 5ാം ക്ലാസ്സിലെ 5th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 11, 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യ. ദെൻ 6th സ്റ്റാൻഡേർഡിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വൈവിധ്യങ്ങളുടെ ലോകം. ദെൻ 7th സ്റ്റാൻഡേർഡിലെ 13ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യയിലൂടെ. 10th സ്റ്റാൻഡേർഡിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും എന്താണ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായി? ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം, ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ആവും. ഏതൊക്കെയാണ്? 5th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 11, 6th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 6, 7th സ്റ്റാൻഡേർഡിലെ 13ാമത്തെ ചാപ്റ്റർ, 10th സ്റ്റാൻഡേർഡിലെ ജിയോഗ്രഫിയാണ് പറയുന്നത്. അപ്പൊ ജിയോഗ്രഫി ടെക്സ്റ്റിലെ 7ാമത്തെ ചാപ്റ്റർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ആവുമ്പോഴേക്കും ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ള അത്രയും ടോപ്പിക്സ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. എന്തൊക്കെയാണ്? കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. ഇത്രയും ടോപ്പിക്സ് വരുന്നത് ഏതിലാണെന്ന് വെച്ചാൽ 10th സ്റ്റാൻഡേർഡിലെ 8ാമത്തെ ചാപ്റ്ററിലാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ചാപ്റ്ററുകളും കൂടെ എന്താണ് കഴിഞ്ഞാൽ എന്തായി? ഇന്ത്യൻ ജിയോഗ്രഫി കംപ്ലീറ്റ് ആയി. അപ്പൊ അത്രയേ ഉള്ളൂ. ഇന്ത്യൻ ജിയോഗ്രഫി എന്തൊക്കെയാണ്? 5th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 11, 6th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 6, 7th സ്റ്റാൻഡേർഡിലെ 13ാമത്തെ ചാപ്റ്റർ, 10th സ്റ്റാൻഡേർഡിലെ 7ാമത്തെ ചാപ്റ്റർ, 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 8 ഇന്ത്യ, സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇത്രയും ആകുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യൻ ജിയോഗ്രഫി കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്ത്യൻ ജിയോഗ്രഫിയുടെ ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ഇനി നെക്സ്റ്റ് എന്താണ്? കേരള ജിയോഗ്രഫി. കേരള ജിയോഗ്രഫിക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ട 3 ചാപ്റ്ററുകളേ ഉള്ളൂ. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 5th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 10 എന്താണ്? കേരളക്കരയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ. ദെൻ 6th സ്റ്റാൻഡേർഡിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കേരളം, മണ്ണും മഴയും മനുഷ്യനും. ദെൻ 6th സ്റ്റാൻഡേർഡിലെ തന്നെ ചാപ്റ്റർ 9 മധ്യകാല കേരളം എന്ന് പറയുന്ന ഈ 3 ചാപ്റ്റർ പഠിച്ചാൽ മതിയാവും. ഓക്കെ, കേരള ജിയോഗ്രഫിക്ക്. ബാക്കി ഇതിൽ നിന്നും അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ എന്താണ് റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ട് പഠിക്കാം. SCERT പോയിന്റ്സ് എന്തായാലും വിട്ടുപോകാതെ SCERT ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്തിട്ട് ആദ്യം പഠിച്ചതിന് ശേഷം റാങ്ക് ഫയൽ എടുത്ത് വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? 5th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 10 പഠിക്കുക, 6th ചാപ്റ്റർ 3 പഠിക്കുക, 6th സ്റ്റാൻഡേർഡിലെ തന്നെ ചാപ്റ്റർ 9 പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എന്തായി? കേരള ജിയോഗ്രഫിയുടെ SCERT പാഠപുസ്തകത്തിലെ ഭാഗങ്ങളായി. ഓക്കെ, അപ്പോൾ ഇത്രയും ആകുമ്പോഴേക്കും നമ്മുടെ എന്താണ്? ജിയോഗ്രഫി കഴിഞ്ഞു അല്ലെ? ഹിസ്റ്ററി കഴിഞ്ഞു, ജിയോഗ്രഫി കഴിഞ്ഞു. ഇനി വരുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ വരുന്നത് ആദ്യത്തെ ടോപ്പിക് എന്താണ്? നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്, 5-year പ്ലാനിംഗ്, നീതി ആയോഗ്. ഇത്രയും ടോപ്പിക്സ് ആണ് ആദ്യം വരുന്നത്. അതായത് ദേശീയ വരുമാനം, പ്രതിശീർഷ വരുമാനം, ഉൽപാദനം, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം, പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് വരുന്നത് ഏതൊക്കെ ചാപ്റ്ററിലാണ്? 7th സ്റ്റാൻഡേർഡിലെ 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പൊതുചെലവും
പൊതുവരുമാനവും എന്ന് പറയുന്ന ചാപ്റ്റർ. ദെൻ 8ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. ദെൻ 9th സ്റ്റാൻഡേർഡിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദേശീയ വരുമാനം. ദെൻ 9th സ്റ്റാൻഡേർഡിലെ തന്നെ 6th ചാപ്റ്റർ ആയിട്ടുള്ള സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും. ദെൻ 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3 ആയിട്ടുള്ള മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗമൊക്കെ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് സിവിക്സും അതുപോലെ തന്നെ എക്കണോമിക്സും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, അത് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയും ചാപ്റ്റർ ആണ് നമുക്കുള്ളത്. 5 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായി നമ്മൾ പറഞ്ഞു? നാഷണൽ ഇൻകം അല്ലെ, ദേശീയ വരുമാനം, പ്രതിശീർഷ വരുമാനം, ഉൽപാദനം, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം, പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ് എന്ന് പറയുന്ന ഇത്രയും ടോപ്പിക്സ് ഈ 5 ചാപ്റ്ററിലൂടെ കിട്ടും. 7th 5ാമത്തെ ചാപ്റ്റർ, 8th 11ാമത്തെ ചാപ്റ്റർ, 9th 3ാമത്തെ ചാപ്റ്റർ, ദെൻ 9th സ്റ്റാൻഡേർഡിലെ 6ാമത്തെ ചാപ്റ്റർ, ദെൻ 10th സ്റ്റാൻഡേർഡിലെ 3ാമത്തെ ചാപ്റ്റർ. ദെൻ അടുത്തത് ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ്, പബ്ലിക് റവന്യൂ ടാക്സ് ആൻഡ് നോൺ ടാക്സ് സർവീസ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്. അതായത് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം, റിസർവ് ബാങ്ക്, പൊതുവരുമാന മാർഗങ്ങൾ, നികുതി ഇതര വരുമാനങ്ങൾ, പൊതുചെലവ്, ബജറ്റ്, സാമ്പത്തിക നയം. ഇത്രയും ടോപ്പിക്സ് ആണ് വരുന്നത്. അതിലേതൊക്കെ ചാപ്റ്റർ ആണ് വരുന്നത്? 4 ചാപ്റ്ററേ ഉള്ളൂ. 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്ന ചാപ്റ്റർ. 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആണ് സമ്പദ് ശാസ്ത്ര ചിന്തകൾ. ദെൻ 9th സ്റ്റാൻഡേർഡിലെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ. ദെൻ 10th 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പൊതുചിലവും പൊതുവരുമാനവും. ദെൻ 10th 9th ചാപ്റ്റർ ആയിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. അപ്പോൾ ഇത്രയും ആകുമ്പോഴേക്കും എന്തായി? നമ്മുടെ ഇത്രയും ടോപ്പിക്സ്, വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം, റിസർവ് ബാങ്ക്, പൊതുവരുമാന മാർഗങ്ങൾ, നികുതി ഇതര വരുമാനങ്ങൾ, പൊതുചെലവ്, ബജറ്റ്, സാമ്പത്തിക നയം. ഇത്രയും ടോപ്പിക്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ എത്ര ചാപ്റ്റർ പഠിക്കണം? 4 ചാപ്റ്റർ പഠിക്കണം. നെക്സ്റ്റ് സിവിക്സ് ആണ്. സിവിക്സിൽ വരുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് തുടങ്ങി എവിടെ വരെയാണ്? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ്, ലാൻഡ് റിഫോംസ്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, ചിൽഡ്രൻ ആൻഡ് മൊത്തം, അതായത് സിവിക്സിൽ വരുന്ന കംപ്ലീറ്റ് ഭാഗങ്ങളും വരുന്ന ചാപ്റ്ററുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ്? 10th സ്റ്റാൻഡേർഡിലെ 3ാമത്തെ ചാപ്റ്റർ പഠിക്കണം. ഓക്കെ, 10th സ്റ്റാൻഡേർഡിലെ 3ാമത്തെ ചാപ്റ്റർ പഠിക്കണം ഹിസ്റ്ററിയിലെ. ദെൻ 6th സ്റ്റാൻഡേർഡിലെ 4ാമത്തെ ചാപ്റ്റർ, 10th സ്റ്റാൻഡേർഡിലെ തന്നെ 9ാമത്തെ ചാപ്റ്ററും, ദെൻ 10th സ്റ്റാൻഡേർഡിലെ 10ാമത്തെ ചാപ്റ്ററും. അപ്പോൾ ഇത്രയും ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ എന്താവും? സിവിക്സ് എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആവും. ഓക്കെ, സിവിക്സ് കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് പറയുന്നത്. 4 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. 10th ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 3, ദെൻ 6th ചാപ്റ്റർ 4, 10th തന്നെ 9th 10th ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ 4 ചാപ്റ്റർ പഠിച്ചാൽ സിവിക്സ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യം വരുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അതായത് പ്രതിനിധി സഭ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടോപ്പിക്. ആ പ്രതിനിധി സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന ഭാഗം പഠിക്കാനായിട്ട് 2 ചാപ്റ്റർ പഠിക്കണം. 7th സ്റ്റാൻഡേർഡിലെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഭരണഘടന. 7th സ്റ്റാൻഡേർഡിലെ 10ാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ ഭരണഘടന. ദെൻ 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3 ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ എന്തായി? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഥവാ പ്രതിനിധി സഭ എന്ന് പറയുന്ന ടോപ്പിക്കായി. ഓക്കെ, ഏതൊക്കെയാണ്? 7th സ്റ്റാൻഡേർഡിലെ 10ാമത്തെ ചാപ്റ്ററും 9th സ്റ്റാൻഡേർഡിലെ 3rd ചാപ്റ്റർ ആണ്. എന്താണ് പേര്? ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. അടുത്തത് പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, അതായത് ആമുഖം, മൗലികാവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഇത്രയും ഭാഗം വരുന്നത് 3 ചാപ്റ്ററിലാണ്. 5th സ്റ്റാൻഡേർഡിലെ 5ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കണം. 5th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 9 ജനങ്ങൾക്ക് വേണ്ടി. പിന്നെ 8th സ്റ്റാൻഡേർഡിലെ 4ാമത്തെ ചാപ്റ്റർ, 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 4 നമ്മുടെ ഗവൺമെന്റ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. പിന്നെ 9th സ്റ്റാൻഡേർഡിലെ 8ാമത്തെ ചാപ്റ്റർ, ഓക്കെ, 9th സ്റ്റാൻഡേർഡിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തിരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ 3 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ എന്തായി? നമ്മൾ പറഞ്ഞ മൗലികാവകാശങ്ങളും മൗലിക കടമകളും നിർദ്ദേശക തത്വങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും എല്ലാം ആയി. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിക്കുക. 5th സ്റ്റാൻഡേർഡിലെ 9th ചാപ്റ്റർ,
8th സ്റ്റാൻഡേർഡിലെ 4th ചാപ്റ്റർ, 9th സ്റ്റാൻഡേർഡിലെ 8th ചാപ്റ്റർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ബാക്കി വരുന്നത് എന്താണ്? സിറ്റിസൺഷിപ്പ്, അമെൻമെന്റ്സ്, പഞ്ചായത്തി രാജ്, അതായത് പൗരത്വം, ഭരണഘടനാ ഭേദഗതികൾ, പഞ്ചായത്തി രാജ്. അപ്പോൾ ഇത്രയും ഭാഗം വരുന്നത് ഏതൊക്കെയാണ്? 6th സ്റ്റാൻഡേർഡിലെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജനാധിപത്യവും അവകാശങ്ങളും. ദെൻ 9th സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററി ടെക്സ്റ്റിൽ തിരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന് പറയുന്ന 8ാമത്തെ ചാപ്റ്റർ, 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ആണ് തിരഞ്ഞെടുപ്പും ജനാധിപത്യവും. ദെൻ 9ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പൗരബോധം. ഓക്കെ, അപ്പോൾ ഇത്രയും ചാപ്റ്റർ പഠിക്കുക. ഏതൊക്കെയാണ്? 6th സ്റ്റാൻഡേർഡിലെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജനാധിപത്യവും അവകാശങ്ങളും, 9th സ്റ്റാൻഡേർഡിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തിരഞ്ഞെടുപ്പും ജനാധിപത്യവും, അതുപോലെ തന്നെ 9th സ്റ്റാൻഡേർഡിലെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പൗരബോധം. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിക്കുമ്പോഴേക്കും എന്ത് കംപ്ലീറ്റ് ആയി? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയുമാണ് SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. അതായത് നമുക്കൊരു സിലബസ് പ്രകാരമാണ് നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കേണ്ടത്. 5th മുതൽ 10th വരെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നറിയാത്തവർ ഇങ്ങനെ ഫോളോ ചെയ്യുക. അതായത് നമ്മൾ സിലബസ് എടുത്ത് വെക്കുക. അപ്പോൾ അതിൽ ആദ്യത്തെ എന്താണ്? നമ്മൾ കേരള ഹിസ്റ്ററിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്നൊരു ടോപ്പിക് എടുത്താൽ അതിൽ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ചാപ്റ്ററുകളെല്ലാം അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകുക. അപ്പോൾ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും പറ്റും, SCERT ടെക്സ്റ്റ് ബുക്ക് നീറ്റായിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ SCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.